ശ്രീ ഷാജഹാൻ, ഇടതുപക്ഷ പ്രതിനിധിയുടെ ആക്ഷേപം, അതായത് എന്തുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തില്ല, എന്തുകൊണ്ട് ഈ ഇരയാക്കപ്പെട്ട, എന്തുകൊണ്ട് ഈ പീഡനത്തിന് ആയിട്ടുള്ള സമ്മർദ്ദത്തിന് വിധേയമായിട്ടുള്ള സ്ത്രീകൾ എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അല്ലെങ്കിൽ കോടതിയിൽ പോയില്ല, അതാണ് ചോദ്യം. നല്ലത്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇടതുപക്ഷ പ്രതിനിധി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇടതുപക്ഷ പ്രതിനിധി പറഞ്ഞു തുടങ്ങിയത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് മാതൃകയാണ് കേരളത്തിലെ സർക്കാർ എന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇതുപോലത്തെ ഒരു സംസാരം കേട്ടപ്പോൾ. കാരണം ഇന്ത്യക്ക് മാതൃകയായ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് മാതൃകയായ സർക്കാരിൻ്റെ സെക്രട്ടേറിയറ്റിലെ സൗത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ മുറിക്കപ്പുറത്ത് ഇരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി 2010 ഒന്നിലധികം സ്ത്രീപീഡന വിഷയങ്ങളിൽ CPM എന്ന് പറഞ്ഞ പാർട്ടി പുറത്താക്കിയ ആളാണ്. ഞാൻ പറഞ്ഞു, ഒരു ഇടതുപക്ഷ പ്രതിനിധി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ഒരു സാമാന്യ അറിവെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് വേണ്ടേ. CPMൻ്റെ ഒരു മുൻ MLA മകളെ കടന്നു പിടിച്ചു എന്നുള്ള ആരോപണം ഉൾപ്പെടെ DYFIയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയെ കടന്നു പിടിച്ചു എന്നുള്ളത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പാർട്ടി പരിശോധിച്ച് ശരിയെന്ന് കണ്ടുപിടിച്ച് 2010 പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു സ്ത്രീ ലംബടനാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് അപ്പുറത്തിരിക്കുന്നത്. ആ സ്ത്രീ ലംബടനെ തോളത്ത് കൈയിട്ട് വിളിച്ചുകൊണ്ട് വന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി തൻ്റെ മുറിയുടെ അപ്പുറത്ത് മുഖ്യമന്ത്രി ഇരുത്തിയിരിക്കുകയാണ്. ആ സർക്കാർ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കേരളത്തിന് മാതൃകയാണെന്നൊക്കെ പറഞ്ഞൊരു ഇടതുപക്ഷ പ്രതിനിധി വന്ന് പറയുമ്പോഴുണ്ടല്ലോ, ഇങ്ങനെ കൈകൊണ്ട് തൊഴുക എന്നുള്ളതല്ലാതെ വേറെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നെനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മാതൃകയായിട്ടുള്ള ഈ സർക്കാരിൻ്റെ ഒരു ബുദ്ധിജീവി ആയിട്ടുള്ള ഒരു പടുകിളവൻ, ഒരു ലൈംഗിക രോഗി. അയാളുടെ പേരാണ് കുഞ്ഞുമുഹമ്മദാണ്, PT കുഞ്ഞുമുഹമ്മദ്. അതെനിക്കൊന്ന് ഇടതുപക്ഷ പ്രതിനിധി ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. ചിലപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഇടതുപക്ഷ പ്രതിനിധിക്ക് ചിലപ്പം അറിവുണ്ടായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ആ 76 വയസ്സുകാരനായിട്ടുള്ള ആ ലൈംഗിക രോഗി തൻ്റെ മുറിയിലേക്ക് കടന്നു വന്ന ഒരു സിനിമാ സംവിധായകയെ കടന്നു പിടിച്ചതിൻ്റെ പരാതി ഇടതുപക്ഷ പ്രതിനിധി നിങ്ങൾ മനസ്സിലാക്കൂ. അവർ ഡിസംബർ 27 അങ്ങയുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൈ കൊണ്ടുവന്ന് കൊടുത്തതാണ്. ആ പിണറായി വിജയനാണ് ഇന്നലൊന്ന് സ്ത്രീ ലംബടന്മാരുടെ രതിവൈകൃതത്തിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുന്നത്. ആ പറയുന്ന മുഖ്യമന്ത്രിയുടെ പോക്കറ്റിൽ PT കുഞ്ഞുമുഹമ്മദ് എന്ന് പറഞ്ഞ പടുകിളവനായിട്ടുള്ള ലൈംഗിക രോഗി ഒരു സിനിമാ സംവിധായകയെ കടന്നു പിടിച്ചതിൻ്റെ പരാതി പോക്കറ്റിൽ 4 മടക്കിയിട്ടുകൊണ്ടാണ് അങ്ങയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ അവിടെ നിന്ന് കോൺഗ്രസ്സുകാരൻ്റെ ലൈംഗിക വൈകൃതത്തെക്കുറിച്ചിട്ട് പറയുന്നത്. ഇയാളുടെ കൂടെ ഇരിക്കുന്ന ഒരുത്തനുണ്ട്, മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഒരാളുണ്ട് അയാളുടെ കൂട്ടത്തിൽ. അയാളുടെ പേരും ചിലപ്പം INLൻ്റെ പ്രതിനിധി അറിയില്ലായിരിക്കും, കാരണം ഇന്ത്യക്ക് മാതൃകയാണ് കേരളം എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അയാളുടെ പേരാണ് KB ഗണേഷ് കുമാർ. ആ KB ഗണേഷ് കുമാർ സോളാർ പരാതിക്കാരിയിൽ അയാൾക്കൊരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞത് ഞാനോ അനിൽ നമ്പ്യാരോ അല്ല, CBI അന്വേഷണ റിപ്പോർട്ടിലാണുള്ളത്. അതും ചിലപ്പോൾ ഇടതുപക്ഷ പ്രതിനിധിക്ക് ചിലപ്പം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി കൊല്ലത്തു നിന്നുള്ളൊരു MLA ഉണ്ട്, മുകേഷ് എന്നാണ് അയാളുടെ പേര്. അയാളുടെ സിനിമയിലെങ്കിലും ചിലപ്പം ഇടതുപക്ഷ പ്രതിനിധി കണ്ടിട്ടുണ്ടാവും. അയാൾക്കെതിരെ ലൈംഗിക പീഡന കേസിൽ പിണറായിയുടെ തന്നെ പോലീസിൻ്റെ കുറ്റപത്രമുണ്ട് എന്നുള്ളതും ചിലപ്പം INLൻ്റെ പ്രതിനിധി ചിലപ്പം മനസ്സിലാക്കി കാണില്ല. കാരണം ഇന്ത്യക്ക് മാതൃകയാണ് എന്നാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെ അന്തരിച്ചു പോയ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മൂത്ത മകൻ ബിനോയ് കോടിയേരി, അയാൾക്ക് ബീഹാറിലുള്ള രണ്ടാമത്തെ ബന്ധം ഒഴിവാക്കി കളയാനായിട്ട് 1.5 കോടി രൂപയാണ് കൊടുത്തത്. ബോംബെ ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് അത് ഒത്തുതീർപ്പിലായി പോയത്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള
ഇനി ഞാനൊന്ന് പറയട്ടെ. ഇനിയും എന്നെ അയ്യനൽ പ്രതി അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കഴക്കൂട്ടത്തൊരു MLA ഉണ്ട്, അയാളുടെ പേര് കടകംപള്ളി സുരേന്ദ്രൻ എന്നാണ്. ഞാനും അനിലും കൂടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അയാളെ ചെരിപ്പൂരി അടിക്കണമെന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. ചെരിപ്പൂരി അടിക്കണമെന്ന്. അയാൾക്ക് പോയി തൂങ്ങി ചത്തൂടെ എന്ന് ഞാൻ അനിലുമായിട്ടിരുന്നൊരു ചർച്ചയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരി പെൺകുട്ടികളുള്ള വീട്ടിലേക്ക് ഈ കടകംപള്ളി സുരേന്ദ്രനെ കയറ്റി വിടരുത് എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞിട്ട് കൊല്ലം 2 അതും INLൻ്റെ പ്രതിനിധി കണ്ടിട്ടുണ്ടാവില്ല, കാരണം മാതൃകയാണെന്നാണല്ലോ പറയുന്നത്. 2 വർഷമായിട്ടും ഒരു മാനനഷ്ട കേസും പിന്നെ സ്വപ്ന സുരേഷിനെതിരെ കടകംപള്ളി കൊടുത്തതായിട്ട് ഞങ്ങൾക്കറിയില്ല. അറിയില്ല, ചിലപ്പോൾ ഇടതുപക്ഷ പ്രതിനിധിക്ക് ചിലപ്പോൾ അതറിയാമായിരിക്കും. ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗത്തിൽ വെച്ച് അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് സ്വപ്ന സുരേഷിനോട് ചെവിയിൽ പറഞ്ഞത് മൂന്നാർ ഇസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, നമുക്ക് അവിടെ പോകാമെന്നാണ് പറഞ്ഞത്. ഉന്നത ഉദ്യോഗസ്ഥന്മാരിരിക്കുന്നത്. അതിനും മറുപടിയൊന്നും ഉണ്ടായിട്ടില്ല. അന്നത്തെ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ്റെ കിടപ്പുമുറിയിലിരുന്നാണ് തങ്ങൾ മദ്യം കഴിച്ചത് എന്ന് സ്വപ്ന സുരേഷ് 2 വർഷത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണൻ്റെ അടിച്ചു പൂസായിട്ടുള്ള ദൃശ്യങ്ങളും അവർ ഫേസ്ബുക്കിലിട്ടതാണ്. അതിനും മറുപടിയില്ല. PK ശശിയുടെ കാര്യത്തിലും മറുപടിയില്ല. ഗോവി കോട്ടമുറിക്കൽ എന്ന് പറഞ്ഞൊരു നേതാവിനെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് അവരുമായിട്ട് ഒരു പാർട്ടി വനിതാ നേതാവ് ലൈംഗിക ബന്ധത്തിൽ ഇടപെട്ടു എന്നും പറഞ്ഞിട്ട് പരാതി കൊടുത്തത് പാർട്ടിയുടെ നേതാക്കന്മാരാണ്. ഒളി ക്യാമറ ഓപ്പറേഷൻ ആയിരുന്നു. അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങളാണ് എൻ്റെ ഇടതുപക്ഷ പ്രതിനിധി. ഇതൊക്കെ ഉണ്ടായിട്ടാണോ ഇടതുപക്ഷ പ്രതിനിധി വന്നിട്ട് ഇതെന്തോ സ്ത്രീ സുരക്ഷയ്ക്ക് മാതൃക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് മറുപടിയാണ് അതിന് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് വൃത്തികേടും എന്ത് ലൈംഗികാതിക്രമവും കാണിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. P ശശിയുടെ ലൈംഗിക വിക്രിയകളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുമെന്ന് മാത്രമേ ഞാൻ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഇടതുപക്ഷ പ്രതിയോട് പറയുന്നുള്ളൂ. P ശശിയുടെ മൊബൈൽ ഫോണും വാട്സാപ്പ് സന്ദേശങ്ങളും ടെലഗ്രാമും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ രാത്രി ഈ 7:30 മണി സമയമുണ്ടല്ലോ, പകലായി മാറിപ്പോവും. P ശശിയുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ പരിശോധിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്തുതരം ലൈംഗികാതിക്രമം കാണിച്ചാലും, എന്ത് വിക്രിയകൾ ചെറ്റത്തരങ്ങൾ ഇവിടെ ലൈംഗികമായി കാണിച്ചാലും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അറിയാവുന്ന ആളാണ് ജയതിലക് എന്ന് പറഞ്ഞ ചീഫ് സെക്രട്ടറി. ഈ ജയതിലക് എന്ന് പറഞ്ഞ ചീഫ് സെക്രട്ടറിയുടെ ചില ലൈംഗിക വിക്രിയകളെക്കുറിച്ചിട്ട് പറയാവുന്ന നല്ല ഭാഷയിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ അടുത്ത റൗണ്ട് ചർച്ചയിൽ ഞാൻ പറയുന്നുണ്ട്. അതും കൂടെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്തു തോന്നിയവാസം സ്ത്രീകൾക്കെതിരെ കാണിച്ചാലും, ഏത് സ്ത്രീയെ കടന്നു പിടിച്ചാലും, നിങ്ങൾ ആലോചിച്ച് നോക്കണേ, 76 വയസ്സുള്ള ഒരുത്തനാണ് ഈ PT കുഞ്ഞു മുഹമ്മദ്. വയോവൃദ്ധൻ, പടുകിളവൻ, ചിലപ്പോൾ നാളെ ചത്തുപോകേണ്ടവനാണ് ആ കിളവൻ. ആ കിളവനാണ് ഒരു സിനിമാ സംവിധായകയെ കയറി കടന്നു പിടിച്ചത്. അത് പോക്കറ്റിലിട്ടുകൊണ്ടാണ് പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗ്വാ വിളിക്കുന്നത്. എന്തൊരു നാണം കെട്ട അവസ്ഥയാണ്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഇവിടെ എന്തു വൃത്തികേടുകളും നടക്കും. ആർക്കും എന്തും ഇപ്പോൾ ഇയാൾക്കെതിരെ വന്നിരിക്കുന്ന ഇപ്പോഴത്തെ ആരോപണങ്ങൾ എന്താ? വേറെ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. എന്തെങ്കിലും ആരോപണങ്ങൾ ഇനി ഇയാൾക്കെതിരെ വരാനുണ്ടോ? അതെ, ഞാൻ ഈ ഓരോന്നായിട്ട് ഞാൻ എന്ത് പറയാനാണ്? കുറേ നേരമായിട്ട് അനിൽ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. എൻ്റെ കയ്യിലൊരു 3-4 പേപ്പർ നിറച്ച് ആരോപണങ്ങൾ. ഇത് വായിച്ചു കഴിഞ്ഞാൽ എങ്ങും നമ്മൾ എത്തത്തില്ല. ഇയാൾക്ക് ഇതിനെല്ലാം സഹായവും ഈ സാധാരണ മലയാള ഭാഷയെ പറഞ്ഞ കൂട്ടിക്കൊടുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടുള്ള ഇയാളുടെ PA ആണെന്നൊക്കെയാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. എന്തൊരു ഗതികെട്ട അവസ്ഥയാണ്. ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിരിക്കുന്നത് ഇടതുപക്ഷ സംഘടനകൾ തന്നെയാണ്. ഇടതുപക്ഷ പ്രതിനിധി അത് മുഖ്യമന്ത്രിക്ക് കൊടുത്താൽ അതെന്തിനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു അതിജീവിത വന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പം മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് അധ്യക്ഷനെ മുറിയിലേക്ക് വിളിച്ചിട്ട് അത് കൊടുത്തിട്ട് FIR ഇട്ടല്ലോ, അവരുടെ മൊഴിയെടുത്തല്ലോ, അത് പത്രങ്ങൾക്കെല്ലാം ലീക്ക് ചെയ്ത് കൊടുത്തല്ലോ, അയാൾക്ക് വേണ്ടി വല വിരിച്ചല്ലോ. ആ മുഖ്യമന്ത്രിക്ക് ഈ ജയതിലകനെതിരെ പരാതി വന്നാൽ എന്തുകൊണ്ടാണ് അത് പോലീസിന് കൊടുത്തുകൂടാത്തത്? അപ്പോൾ ഇതൊക്കെ പഴയ പോലത്തെ കുറേ ദൃശ്യമാധ്യമങ്ങൾ മാത്രമൊന്നും അല്ല ഇപ്പോൾ ഇവിടെയുള്ളത്. ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം ഉണ്ട്. ആളുകൾ ഇതെല്ലാം കാണുന്നുണ്ട്. അവർക്ക് ആകെപ്പാടെ ചെയ്യാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പിൽ മസ്തകം അടിച്ച് പൊളിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ 9-ഉം 11-ഉം അവർ ചെയ്തിട്ടുണ്ട്. അതടുത്ത മെയിലും അവർ ചെയ്യും. കാരണം അവർക്ക് അതേ നിവൃത്തിയുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ പുതിയതുണ്ട്, അത് ഞാൻ അടുത്ത റൗണ്ട് ചർച്ചയിൽ ഞാൻ പറഞ്ഞോളാം.